Good morning everyone. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഇയർ ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ റീപ്രൊഡക്ഷൻ ഓർഗാനിസത്തെ കുറിച്ചാണ്. പബ്ലിക് എക്സാമിന് 2 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. We know that each and every living organisms lives only a certain period of time. The time period from birth to natural death, that is said to be lifespans. This lifespan is varied from organism to organisms. ജനനം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള കാലയളവ് അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ലൈഫ് സ്പാൻ എന്ന് വിളിക്കുന്നത്. ആ ഒരു കാലയളവ് എന്ന് പറയുന്നത് ഓർഗാനിസം അനുസരിച്ചുകൊണ്ട് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ ലൈഫ് സ്പാനും ഓർഗാനിസത്തിന്റെ സൈസും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഉദാഹരണമായിട്ട് ക്രോവും പാരറ്റും രണ്ടും സൈസ് വൈസ് ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിൽ, എന്നാൽ അതിന്റെ ലൈഫ് സ്പാൻ എടുക്കുകയാണെങ്കിൽ ഭയങ്കര വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ക്രോസ് എന്ന് പറയുന്നത് 15 വർഷത്തോളമാണ് ജീവിക്കുന്നതെങ്കിൽ പാരറ്റ് എന്ന് പറയുന്നത് 140 വർഷത്തോളം ജീവിക്കുന്നു. അതുപോലെ തന്നെയാണ് പീപ്പിൾ ട്രീ ആൻഡ് മാംഗോ ട്രീ. മാംഗോ ട്രീയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 200 ഇയേഴ്സ് ആണെങ്കിൽ പീപ്പിൾ ട്രീയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 2500 ഇയേഴ്സ് ആണ്. അപ്പോൾ ലൈഫ് സ്പാനും ആ ഓർഗാനിസത്തിന്റെ സൈസും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ജീവിച്ച് അത് അതിന്റെ ജീവിതചക്രം കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേക്കും അതെന്തായി മാറുന്നു, ഡെഡായി പോകുന്നു. ദാറ്റ് ഈസ് ബർത്ത് ടു നാച്ചുറൽ ഡെത്ത്. എന്നാൽ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെ എടുക്കുകയാണെങ്കിൽ അത്തരം ഓർഗാനിസത്തിൽ ഒരു നാച്ചുറൽ ഡെത്ത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. യൂണിസെല്ലുലാർ ഓർഗാനിസം, അമീബ പോലുള്ള ഓർഗാനിസം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു നാച്ചുറൽ ഡെത്ത് നമുക്ക് അവിടെ പറയാൻ പറ്റത്തില്ല. കാരണം വേറൊന്നുമല്ല, അമീബ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ ബോഡി പാർട്സ് ഡിവൈഡ് ചെയ്തുകൊണ്ട് പുതിയ യങ്മൺസിനെയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യിക്കുന്നത്. അപ്പൊ അവിടെ ഒരു നാച്ചുറൽ ഡെത്ത് നടക്കുന്നുണ്ടോ? ഇല്ല. കാരണം നാച്ചുറൽ ഡെത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകണം, the organism left the body part. ബോഡി പാർട്ട് ഓർഗാനിസം ഉപേക്ഷിച്ചാൽ മാത്രമാണ് അതിനെ നമ്മൾ ഡെത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഓർഗാനിസം എന്ത് ചെയ്യുന്നില്ല, അതിന്റെ ബോഡി പാർട്ട് ഉപേക്ഷിക്കുന്നില്ല. പകരം ഓർഗാനിസം ഗ്രോ ചെയ്ത് മെച്ചുവേർഡായി അതിന്റെ ബോഡി ഡിവൈഡ് ചെയ്തുകൊണ്ട് പുതിയ 2 ഡോട്ടർ സെൽസുകളെ ഫോം ചെയ്യിക്കുന്നു. അതുകൊണ്ട് തന്നെ we can say that in unicellular organism there is no natural death. So we can say that unicellular organisms are immortal organisms. Immortal organism. Immortal എന്ന് പറഞ്ഞാൽ എന്താണ്? There is no death. ഈ പറഞ്ഞ യൂണിസെല്ലുലാർ ഓർഗാനിസം മാത്രമാണ് ഇമ്മോർട്ടൽ ആയിട്ടുള്ളത്. ബാക്കി എല്ലാ ഓർഗാനിസവും എന്താണ്, ബാക്കിയുള്ള എല്ലാ ലിവിങ് ഓർഗാനിസവും എന്താണ്, മോർട്ടലാണ്. ബർത്ത് ജനനമുണ്ടെങ്കിൽ അതിനെന്തുണ്ടാകും, ഒരു സ്വാഭാവിക മരണവും ഉണ്ടാകും. എന്നാൽ യൂണിസെല്ലുലാർ ഓർഗാനിസത്തില് അത്തരത്തിലൊരു നാച്ചുറൽ ഡെത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം വേറൊന്നുമല്ല, അത് ബോഡി പാർട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിന്റെ പുതിയ യങ് വൺസിനെ ഫോം ചെയ്യിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദ കേസ് ഓഫ് യൂണിസെല്ലുലാർ ഓർഗാനിസം. Now we are discussing about the reproduction. എന്താണ് റീപ്രൊഡക്ഷൻ? റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബയോളജിക്കൽ പ്രോസസ്. ഹിയർ the organisms producing young ones from existing one of the same species. ഒരു ഓർഗാനിസം ഒരു പുതിയ ഓർഗാനിസത്തെ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നു അതിന്റെ എക്സിസ്റ്റിംഗ് സ്പീഷീസിൽ നിന്ന്. ഇപ്പൊ സെയിം സ്പീഷീസ് ആയിരിക്കണം, വ്യത്യസ്തമായ സ്പീഷീസുകളല്ല പറയുന്നത്. സെയിം സ്പീഷീസിൽ നിന്ന് ആ സ്പീഷീസ് അതിന്റെ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്ന ബയോളജിക്കൽ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. റീപ്രൊഡക്ഷന് ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിക്കുന്ന, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റീപ്രൊഡക്ഷൻ. വൺ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് റീപ്രൊഡക്ഷൻ, it brings genetic variation. റീപ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് വേരിയേഷൻ കൊണ്ടുവരുന്നു, ജനറ്റിക് വേരിയേഷൻ. Then another one of the significance of reproduction, it maintains the
എക്സിസ്റ്റൻസ് ഓഫ് ഓർഗാനിസംസ് ഇൻ ദിസ് earth. ഓർഗാനിസത്തിന്റെ എക്സിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നു? റീപ്രൊഡക്ഷൻ പ്രോസസ്സ് സഹായിക്കുന്നു. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് നടക്കത്തുള്ളൂ? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ എന്ത് നടക്കത്തുള്ളൂ? ആ പറയുന്ന ഓർഗാനിസത്തിന്റെ കണ്ടിന്യൂറ്റി നടക്കത്തുള്ളൂ. സോ രണ്ട് സിഗ്നിഫിക്കൻസുകൾ, ഒന്ന് വേരിയേഷൻ, അനദർ one maintaining existence, or we can say that continuity of the life. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട റീപ്രൊഡക്ഷന്റെ സിഗ്നിഫിക്കൻസുകൾ. ഇനി റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സിൽ എത്ര ഓർഗാനിസംസുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ റീപ്രൊഡക്ഷനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വൺ ഈസ് കോൾഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, അനദർ വൺ ഈസ് കോൾഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. വൺ ഈസ് കോൾഡ് asexual reproduction, another one is called sexual reproduction. Asexual reproduction എന്ന് പറഞ്ഞാൽ when offspring is produced by a single parent without the involvement of sex cells or gametes. Asexual reproduction എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? The new organisms produced from single parent without the involvement of സെക്സ് സെൽസ്, അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഒരു പാരന്റിൽ നിന്നാണ് പുതിയ ഓർഗാനിസം ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. എന്നാൽ യങ് വൺസ് ഫോം ചെയ്യുന്നത് ബോത്ത് പാരന്റ്സിൽ നിന്നാണെങ്കിൽ with the involvement of sex cells, ഫെർട്ടിലൈസേഷന്റെ സഹായത്തോടുകൂടി മെയിൽ പാരന്റും ഫീമെയിൽ പാരന്റിൽ നിന്നുമാണ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി അത് ഓർഗാനിസമായി മാറുന്ന പ്രോസസ് ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കും. അപ്പൊ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഓഫ്സ്പ്രിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിംഗിൾ പാരന്റിൽ നിന്നാണ്, പക്ഷെ അവിടെ എന്ത് നടക്കുന്നില്ല? സെക്സ് സെൽസുകളുടെ ഇൻവോൾവ്മെന്റ് നടക്കുന്നില്ല, ദാറ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. എന്നാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് ഓഫ്സ്പ്രിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോത്ത് പാരന്റ്സിൽ നിന്നാണ്, അതായത് മെയിൽ പാരന്റ് ആസ് വെൽ ആസ് ദ ഫീമെയിൽ പാരന്റ്. അവിടെ നിന്ന് അത് യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ മെയിൽ പാരന്റും ഫീമെയിൽ പാരന്റും ഇൻവോൾവ് ആണെങ്കിൽ അവിടെ എന്തിന്റെ ഇൻവോൾവ്മെന്റ് വരും? സെക്സ് സെൽസുകളായ മെയിൽ സെക്സ് സെൽ ആസ് വെൽ ആസ് ദ ഫീമെയിൽ സെക്സ് സെൽ. ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നു, വിച്ച് മീൻസ് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്. അപ്പൊ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന പ്രോസസ് അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അതിൽ ബോത്ത് പാരന്റ്സ് ഇൻവോൾവ് ആയിരിക്കും. എന്നാൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻസിൽ ഒരു പാരന്റ് ആയിരിക്കും ഇൻവോൾവ് ആകുന്നത്. ദർ ഈസ് നോ സെക്സ് സെൽസ് ഇൻവോൾവ്, അല്ലെങ്കിൽ ദർ ഈസ് നോ ഫെർട്ടിലൈസേഷൻ. ദീസ് ആർ ദ ടു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. അസെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ ഭാഗമായി ഉണ്ടാകുന്ന യങ് വൺസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദെയർ പാരന്റ്സ്, മോർഫോളജിക്കലി ജെനറ്റിക്കലി സിമിലർ ടു ദാറ്റ് ഓഫ് ദെയർ പാരന്റ്സ്. ആര്? അസെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ ഭാഗമായി ഉണ്ടാകുന്ന യങ് വൺസ് അല്ലെങ്കിൽ പ്രോജനി എന്ന് പറയുന്നത് മോർഫോളജിക്കലി അപ്പിയറൻസ് വൈസും അതുപോലെ തന്നെ എക്സ്റ്റേണൽ വൈസും അതുപോലെ തന്നെ ജെനറ്റിക്കൽ വൈസും. ജെനറ്റിക്കലി അതെങ്ങനെയായിരിക്കും? അതിന്റെ പാരന്റ്സിനെ കൂട്ടായിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ക്ലോൺസ്. ഈ കഴിഞ്ഞ പബ്ലിക് എക്സാമിന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ക്ലോൺസ്? എ ഗ്രൂപ്പ് ഓഫ് മോർഫോളജിക്കലി and genetically similar individuals produced from the same parent is called a clone. Clones എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം പാരന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അത് മോർഫോളജിക്കലിയും ജെനറ്റിക്കലിയും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ക്ലോൺസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് കുറച്ച് ടൈപ്പ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻസ് ആണ്.
നിങ്ങളത് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്നുകൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. അതിൽ ആദ്യം നമ്മൾ പറയുന്ന മെത്തേഡ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. സെൽ ഡിവിഷൻ, മൈറ്റോസിസ്, മിയോസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റുകളെയൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം പറയാൻ പോകുന്ന അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സിൽ ഒന്നാണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പാരന്റൽ സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ട് പുതിയ ഇൻഡിവിജ്വൽസിനെ ഉണ്ടാക്കുന്ന ഒരു പാരന്റൽ സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ട്. പാരന്റൽ സെൽ ഡിവൈഡ് ചെയ്യണമെങ്കിൽ അത് മെച്ചോർഡ് ആകണം. മെച്ചോർഡ് ആവുമ്പോൾ അത് ഡിവൈഡ് ചെയ്തുകൊണ്ട് പുതിയ ഇൻഡിവിജ്വൽസിനെ ഉണ്ടാക്കുന്ന പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് പ്രോട്ടിസ്റ്റൻസ്, പ്രോട്ടിസ്റ്റ കാറ്റഗറി ആൻഡ് മൊണീറൻസ് ബാക്ടീരിയൽ കാറ്റഗറി. ഇത് ഒരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന വേറൊരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് ബൈനറി ഫിഷൻ. ബൈനറി ഫിഷനും എന്താണ്? ഒരു സെൽ ഡിവിഷൻ മെത്തേഡാണ്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് അമീബ. ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ്. ഇവിടെ സെൽ ഡിവിഷന്റെ ഭാഗമായി ആ ഓർഗാനിസംസ് ഡിവൈഡ് ചെയ്തുകൊണ്ട് രണ്ട് ഈക്വൽ ഡോട്ടർ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് ബൈനറി ഫിഷൻ. അമീബ, പാരമീസിയം, യുഗ്ലീന, പ്ലനേറിയ എക്സെട്ര ഇതൊക്കെ ബൈനറി ഫിഷൻ നടക്കുന്ന ഓർഗാനിസത്തിന് എക്സാമ്പിളുകളാണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന വേറൊരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് ബഡ്ഡിംഗ്. ബഡ്ഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ ഈസ് അൺഈക്വൽ. അതായത് ഒരു ഓർഗാനിസംസ് മെച്ചോർഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ ബോഡി പാർട്സിൽ ഒരു സ്മോൾ ഔട്ട്ഗ്രോത്ത് ഫോം ചെയ്യപ്പെടും. ദാറ്റ് സ്മോൾ ഔട്ട്ഗ്രോത്ത് ഈസ് സെഡ് ടു ബി ബഡ്സ്. ഓർഗാനിസം മെച്ചോർഡ് ആകുമ്പോൾ അതിന്റെ ബോഡി പാർട്സിൽ ഒരു സ്മോൾ ഔട്ട്ഗ്രോത്ത് ഫോം ചെയ്യുന്നു. ദാറ്റ് സ്മോൾ ഔട്ട്ഗ്രോത്ത് ഈസ് സെഡ് ടു ബി ബഡ്സ്. ദാറ്റ് ബഡ് ഈസ് developed to form a new organisms. Once the new organisms is fully developed, they detached the parent body. ആ ഓർഗാനിസം അവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ പാരന്റൽ ബോഡിയിൽ നിന്ന് സ്വയം ഡിറ്റാച്ച് ചെയ്ത് പോകുന്നു. അതായത് അത് അവിടെ നിന്ന് വേർതിരിഞ്ഞ് പോകുന്നു. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബഡ്ഡിംഗ്. എക്സാമ്പിൾ ഹൈഡ്ര ഈസ്റ്റ്. ഹൈഡ്ര ഈസ്റ്റ്. ബഡ്ഡിംഗ് ഒക്കെ ഹൈഡ്രയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹൈഡ്രയുടെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ കുറെ ടെൻഡക്കിൾസ് ഒക്കെ കാണും അതിന്റെ ബോഡിയിൽ. ആ ടെൻഡക്കിൾസ് ഇവിടെ നിറയെ ടെൻഡക്കിൾസ് ഉണ്ടാകും. ഇത് മെച്ചോർഡ് ആകുമ്പോൾ അതിന്റെ ഏതെങ്കിലും ബോഡി പാർട്ടിൽ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് ചെറിയൊരു സ്മോൾ ഔട്ട്ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യും. ആ ഔട്ട്ഗ്രോത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പുതിയൊരു ഹൈഡ്രയായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബഡ്ഡിംഗ്. ബഡ്ഡിങ്ങിന്റെ ഭാഗമായിട്ട് അൺഈക്വൽ ആണ് ഫോം ചെയ്യുന്നത്. ഈക്വൽ ഡിവിഷൻ അല്ല, അവിടെ അൺഈക്വൽ ഡിവിഷൻ ആണ്. ബൈനറി ഫിഷനിലാണ് ഈക്വൽ ഡിവിഷൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് സൂസ്പോർ. അടുത്തൊരു അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ത്രൂ സൂസ്പോർ. സൂസ്പോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോസ്കോപ്പിക് മോട്ടൈൽ സ്ട്രക്ചർ വിച്ച് ഡെവലപ്സ് ഇൻ ടു ന്യൂ ഓർഗാനിസം. ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മോട്ടൈൽ മൂവബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ദാറ്റ് ഡെവലപ്സ് ടു ന്യൂ ഓർഗാനിസം. ദാറ്റ് ഈസ് കോൾഡ് സൂസ്പോർ. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സം ഫംഗസ് ആൻഡ് ആൽഗെ. ചില ഫംഗസുകളും ആൽഗകളും അത് റീപ്രൊഡക്ഷൻ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനിൽ എന്താണ് ഉപയോഗിക്കുന്നത്? അതിന്റെ മോട്ടൈൽ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ആണ്. ദാറ്റ് ഈസ് കോൾഡ് സൂസ്പോർ. സൂസ്പോർസ് ആർ ദ മൈക്രോസ്കോപ്പിക് മോട്ടൈൽ സ്ട്രക്ചർ ദാറ്റ് ഡെവലപ്ഡ് ടു ഫോം എ ന്യൂ ഓർഗാനിസംസ്. എക്സാമ്പിൾ ഫംഗസ് ആൻഡ് ആൽഗെ. അതിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ആൽഗയുടെ ഒരു എക്സാമ്പിൾ പറയാം. ക്ലാമിഡോമോണാസ്.
നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ക്ലാമിഡോമോണാസ്. ക്ലാമിഡോമോണാസ്. Is it clear? The next one is called Conidia. Conidia എന്ന് പറയുന്നതും ഒരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ്. That is non-motile exogenously formed asexual structure. Conidia എന്ന് പറയുന്നത് ഒരു നോൺ മോട്ടൈൽ സ്ട്രക്ചർ ആണ്. എക്സാമിന് ഈ പടങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ആ നോൺ മോട്ടൈൽ സ്ട്രക്ചർ എങ്ങനെയാ ഫോം ചെയ്യുന്നത്? എക്സോജീനിയസ്ലി പ്രൊഡ്യൂസ്, അതായത് പുറത്തേക്കാണ്. എൻഡോജീനിയസ്ലി എന്ന് പറഞ്ഞാൽ അകത്തേക്ക്, എക്സോജീനിയസ്ലി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്. ഈ എക്സോജീനിയസ്ലി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത്തരം സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് കൊണീഡിയ. കൊണീഡിയ ആർ ദ നോൺ മോട്ടൈൽ സ്ട്രക്ചർ ദാറ്റ് ഈസ് എക്സോജീനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ഫ്രം ആൻ ഓർഗാനിസത്തിന്റെ പേരാണ് പെൻസീലിയം. പെൻസീലിയം പോലുള്ള ഫംഗസുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ പേരാണ് എന്ത്? കൊണീഡിയ. Then another one of the asexual reproductive method that is called through gemmules. അടുത്തതാണ് എന്ത്? ജെമ്മ്യൂൾസ് ഫോം ചെയ്യുന്നത് എൻഡോജീനിയസ്ലി ഫോംഡ് ബഡ്സ് ആയിട്ടാണ്. അതായത് ഒരു ഓർഗാനിസം സ്പോഞ്ചസ്, എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സ്പോഞ്ചസിന്റെയൊക്കെ അകത്തായിട്ട് എൻഡോജീനിയസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത്? ജെമ്മ്യൂൾസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് ജെമ്മ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോ there are different type of asexual mode of reproduction. One is cell division. Through cell division, protista and monomerans. Through binary fission, amoeba, paramecium, euglena, etc. Then next we learned about through budding, yeast and hydra. Then through zoospore, chlamydomonas. Through conidia, penicillium. Through gemmules, sponges. These are the different type of asexual reproductive methods. Now we are discussing about the vegetative propagation. It is a type of asexual reproduction in plants. Here the new plantlets are formed from the vegetative part of the old plants. What is vegetative part? That is stem, root or leaf. From here the new plantlets are produced. That type of reproduction is said to be, that type of asexual reproduction is said to be vegetative propagation. The modified vegetative units are called vegetative propagule. Modified vegetative, stem modify ചെയ്തിട്ടോ leaf modify ചെയ്തിട്ടോ അല്ലെങ്കിൽ root modify ചെയ്തിട്ടോ ഫോം ചെയ്യുന്ന ആ യൂണിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്ന് പറയുന്നത്. നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻസ് ആർ ദ ടു ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കട്ടിങ്, ലെയറിങ്, ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആർട്ടിഫിഷ്യൽ ടൈപ്പ് ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. നാച്ചുറൽ ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് റണ്ണർ, സക്കർ, ഓഫ്സെറ്റ്, ട്യൂബർ ഓർ സ്റ്റെം ട്യൂബർ, ബൾബ്, ബൾബിൽ, ലീവ്സ്. Leaves bud. These are the different type of natural vegetative propagules. അപ്പോൾ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിൽ നിന്നാണ് പുതിയ പ്ലാന്റ്ലെറ്റ്സുകൾ ഫോം ചെയ്യുന്നത്. അത്തരം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, സോ ഹിയർ ദ ഫസ്റ്റ് വൺ റണ്ണർ, ദ സെക്കൻഡ് വൺ സക്കർ ആൻഡ് ദ തേർഡ് വൺ ഓഫ്സെറ്റ്. ദീസ് ആർ ദ ത്രീ
type of vegetative propagule modified from the subaerial stem. Subaerial stem modify ചെയ്തുണ്ടാകുന്ന മൂന്ന് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ് റണ്ണർ, സക്കർ, ഓഫ്സെറ്റ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്, ദാറ്റ് ഈസ് റണ്ണർ, സക്കർ, ഓഫ്സെറ്റ്. എവിടെ നിന്നാണ് മോഡിഫൈ ചെയ്യുന്നത്? സബേരിയൽ സ്റ്റെമ്മിൽ നിന്നാണ്. അപ്പൊ എന്താണ് സബേരിയൽ സ്റ്റെം? ദ സ്റ്റെം ദാറ്റ് ഡു നോട്ട് റൈസ് അപ്പ് ബട്ട് ഗ്രോസ് ജസ്റ്റ് above the ground. Stem that do not rise up but grow just above the ground. അത്തരത്തിലുള്ള പാട്ടുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? സബേരിയൽ സ്റ്റെം. അപ്പൊ സബേരിയൽ സ്റ്റെം മോഡിഫൈ ചെയ്തുണ്ടാകുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ് റണ്ണർ, സക്കർ, ഓഫ്സെറ്റ്. അതില് റണ്ണറിന് എക്സാമ്പിൾ ആണ് ഗ്രാസ്, സെന്റല്ല. ഇതൊക്കെ റണ്ണറിന് എക്സാമ്പിൾ ആണ്. അടുത്തത് സക്കർ. സക്കറിന് എക്സാമ്പിൾ ആണ് ക്രിസാന്തിമം, ജമന്തി എന്ന് പറയും, ക്രിസാന്തിമം. അതുപോലെ തന്നെ ഗ്രാസ്, ഗ്രാസും എന്തിന് എക്സാമ്പിൾ ആണ്? സക്കറിന് എക്സാമ്പിൾ ആണ്. ക്രിസാന്തിമവും എന്തിന് എക്സാമ്പിൾ ആണ്? സക്കറിന് എക്സാമ്പിളുകളാണ്. അതുപോലെ തന്നെ ഹെർബ്, ക്രിസാന്തിമൊക്കെ ഹെർബ് പ്ലാന്റുകളാണ്. അപ്പോ അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സക്കറിന് എക്സാമ്പിൾ ആണ്. സക്കർ ഈസ് ദ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ദാറ്റ് ഈസ് മോഡിഫൈഡ് ഫ്രം ദ സബേരിയൽ സ്റ്റെം. എക്സാമ്പിൾ ക്രിസാന്തിമം. ദ നെക്സ്റ്റ് വൺ ഈസ് ഓഫ്സെറ്റ്. ഓഫ്സെറ്റ്, ഓഫ്സെറ്റും എന്താണ്? ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആണ്. മോഡിഫൈ ചെയ്യുന്നത് ഏത് ഭാഗത്ത് നിന്നാണ്? സബേരിയൽ സ്റ്റെം മോഡിഫൈ ചെയ്താണ് ആ ഒരു പ്രൊപ്പഗ്യൂൾ ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾ വാട്ടർ ഹയാസിൻ ഓർ ഐക്കോർണിയ. ഐക്കോർണിയ അല്ലെങ്കിൽ നമ്മൾ കുളവാഴ എന്ന് പറയും. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഓഫ്സെറ്റിന് എക്സാമ്പിളുകളാണ്. ഈ വാട്ടർ ഹയാസിന്തിനെ ടെറർ ഓഫ് ബംഗാൾ എന്നാണ് അറിയപ്പെടുന്നത്. ടെറർ ഓഫ് ബംഗാൾ കാരണം വാട്ടർ ഹയാസിന്ത് ഒരു അക്വാട്ടിക് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ആണ്. അക്വാട്ടിക് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ ഐക്കോർണിയ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കുളവാഴ എന്ന് പറയുന്ന പ്ലാന്റ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അവിടെ ഗ്രോത്ത് നടത്തും. അതായത് റാപ്പിഡ് ഗ്രോത്ത് ആയിരിക്കും. ഒരു അധിനിവേശ കള അല്ലെങ്കിൽ ഇൻവേഴ്സീവ് വീഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻവേഴ്സീവ് വീഡ് അല്ലെങ്കിൽ അധിനിവേശ കള. അപ്പൊ പെട്ടെന്ന് തന്നെ അവിടെ എന്ത് ചെയ്യും? ആ വാട്ടർ ബോഡിയിൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുകയും ആ എൻറ്റയർ ഭാഗം മൊത്തത്തിൽ അത് കവർ ചെയ്ത് കിടക്കും. അങ്ങനെ കവർ ചെയ്ത് കിടക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ പ്ലാന്റ് ആ വാട്ടറിലുള്ള ഓക്സിജനെ ഡിപ്ലീറ്റ് ചെയ്ത് കളയും. അതായത് ഈ പ്ലാന്റിന്റെ ഇങ്ങനെ എക്സസ് ആയിട്ട് ഇതിന്റെ ഗ്രോത്ത് നടക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഓക്സിജൻ ഡിപ്ലീഷൻ സംഭവിക്കും. അങ്ങനെ ഓക്സിജൻ ഡിപ്ലീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താകും? അവിടെയുള്ള അക്വാട്ടിക് ഓർഗാനിസം, ദാറ്റ് ഈസ് ഫിഷസ്, അതുപോലുള്ള ഓർഗാനിസത്തിന്റെയൊക്കെ ഡെത്തിന് കാരണമാകും. ദാറ്റ് ഈസ് ദ റീസൺ വൈ വാട്ടർ ഹയാസിന്ത് ഓർ ഐക്കോർണിയ ഈസ് കോൾഡ് ടെറർ ഓഫ് ബംഗാൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് സ്റ്റെം ട്യൂബർ ബൾബ്. സ്റ്റെം ട്യൂബർ ബൾബ്. അപ്പൊ ഈ സ്റ്റെം ട്യൂബറും ബൾബും എന്നൊക്കെ പറയുന്നത്, സ്റ്റെം ട്യൂബർ, ബൾബ്, ഇതൊക്കെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫൈ ചെയ്തുണ്ടാകുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആണ്. സ്റ്റെം ട്യൂബർ എക്സാമ്പിൾ പൊട്ടറ്റോ. അതുപോലെ തന്നെ അടുത്തതാണ് ബൾബ്, ഒണിയൻ. ദെൻ വൺ മോർ ഈസ് ദെയർ, അനദർ വൺ ഓഫ് ദ propagule, rhizome. Rhizome. Example ginger. Ginger. The next മൂന്നെണ്ണം tuber, bulb, stem tuber, bulb, rhizome. These are the vegetative propagule modified from underground stem. Underground stem. സാധാരണ സ്റ്റെമ്മിൽ നിന്നല്ല, അണ്ടർഗ്രൗണ്ട് സ്റ്റെം, അതായത് മണ്ണിന് അടിയിലായിട്ടാണ് ഇതൊക്കെ ഫോം ചെയ്യുന്നത്. അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന പ്രൊപ്പഗ്യൂൾസ് അല്ലെങ്കിൽ ആ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫൈ ചെയ്തുണ്ടാകുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ് നമ്മളിപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ബൾബ്, റൈസോം, ട്യൂബർ. ബൾബ്, റൈസോം, ട്യൂബർ, ഇത് മൂന്നും അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫൈ ചെയ്തുണ്ടായിരിക്കുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആണ്. അതിലെ ബൾബിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത് ഏത്? ഒണിയൻ, ഗാർലിക്. ദെൻ ട്യൂബറിന് എക്സാമ്പിൾ ആണ് പൊട്ടറ്റോ. ദെൻ റൈസോമിന് എക്സാമ്പിൾ ആണ് ജിഞ്ചർ, ടെർമറിക്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്?
അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫൈ ചെയ്തിട്ടുണ്ടായിട്ടുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിന് എക്സാമ്പിൾ ആണ്. ഇനി ഇത് കൂടാതെ വേറൊരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് നെയിം ഉണ്ട്, ദാറ്റ് ഈസ് ബൾബിൽ. ഈ കഴിഞ്ഞ എക്സാമിനും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ബൾബിൽ. അതായത് മാച്ച് ദ ഫോളോയിങ്ങിൽ വന്നതാണ് ബൾബിൽ എന്ന് പറയുന്നത് ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആണ്. അഗേവ് എന്ന് പറയുന്ന പ്ലാന്റുകളുടെ, അഗേവ് എന്ന് പറയുന്ന ഒരു സെക്കുലന്റ് പ്ലാന്റ് ആണ്. ആ സെക്കുലന്റ് പ്ലാന്റിന്റെ, സെക്കുലന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റോസറ്റ് ഷേപ്പിലുള്ള ലീഫ്, സ്പൈനി ലീഫ് ഒക്കെ കാണിക്കുന്ന ഒരു നാരോ പ്ലാന്റ് ആണ് അഗേവ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം അഗേവ് പ്ലാന്റുകളുടെയൊക്കെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആണ് ഇത് ബൾബിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ത്രൂ ലീവ്സ്. ലീഫുകളിലൂടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കും. എക്സാമ്പിൾ ബ്രയോഫില്ലം. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇലമുളച്ചി എന്ന് പറയുന്ന ഒരു ലീഫ്, ബ്രയോഫില്ലം പ്ലാന്റ്. ഈ ബ്രയോഫില്ലം പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർജിനില്, ആ ലീഫിന്റെ മാർജിനിലായിട്ട് ധാരാളം നോച്ചസുകൾ കാണപ്പെടുന്നുണ്ട്. അതായത് ഇതേപോലുള്ള ഒരു ലീഫാണ്. ഈ ലീഫിന്റെ മാർജിനുകൾ, ഇതാണ് ലീഫ് മാർജിൻ അല്ലെ. ഈ മാർജിനുകളിൽ ചെറിയ ചെറിയ നോച്ചസുകൾ ഉണ്ടാവും. ആ നോച്ചസുകളിൽ നിന്ന് ചെറിയ ബഡുകൾ അറൈസ് ചെയ്യും. ആ ബഡ് ഡെവലപ്പ് ചെയ്ത് എന്തായി മാറും? പുതിയ പ്ലാന്റ്ലെറ്റ്സുകളായിട്ട് മാറും. ഇത്തരത്തിലുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ് ലീഫ് നടത്തുന്നത്. അപ്പൊ ലീഫ് ത്രൂ ലീഫ് എന്ന് പറയുമ്പോഴത്തേക്കും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എക്സാമ്പിൾ ഏതാ എഴുതേണ്ടത്? ബ്രയോഫില്ലം ആണ്. ത്രൂ ബൾബിൽ അഗേവ്, ത്രൂ ബൾബ് ഓണിയൻ ഓർ ഗാർലിക്, ത്രൂ റൈസോം എന്താണ് എഴുതേണ്ടത്? ജിഞ്ചർ ഓർ ടർമറിക്, ദെൻ ത്രൂ റണ്ണർ ഓർ സക്കർ. അതിനെല്ലാത്തിനും എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഒന്നുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിലൂടെയാണ് പുതിയ പ്ലാന്റ്ലെറ്റ്സുകൾ ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെയാണ്? ആ ഓർഡറിൽ തന്നെ പോയാൽ എളുപ്പമായിരിക്കും. സബേരിയൽ സ്റ്റെം മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്ന 3 വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ് റണ്ണർ, സക്കർ, ഓഫ്സെറ്റ്. റണ്ണറിന് ഗ്രാസ്, അതുപോലെ സെന്ററിലേക്ക് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, സക്കർ ക്രിസാന്തിമം ആൻഡ് ഗ്രാസസ്. ദെൻ അതുപോലെ തന്നെ ഓഫ്സെറ്റിനെ പറഞ്ഞത് ഏതായിരുന്നു? വാട്ടർ ഹയാസിന്ത് അല്ലെ. വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ ഐക്കോർണിയ എന്ന് പറഞ്ഞു. വാട്ടർ ഹയാസിന്തിനെ ടെറർ ഓഫ് ബംഗാൾ എന്ന് വിളിക്കാനുള്ള കാരണം ആ വാട്ടർ ഹയാസിന്റെ ഒരു ഇൻവേസീവ് വീടാണ്. അത് പെട്ടെന്ന് തന്നെ അവിടെ റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് ഓക്സിജനെ ഡിപ്ലീറ്റ് ചെയ്യുന്നു. ആ വാട്ടർ ബോഡിയുള്ള ഓക്സിജനെ ഡിപ്ലീറ്റ് ചെയ്യുന്നു. അതുവഴി അവിടെയുള്ള അക്വാട്ടിക് ഓർഗാനിസത്തിന്റെ ഡെത്തിന് കാരണമാകുന്നു. ദാറ്റ് ഈസ് ദ റീസൺ വൈ വാട്ടർ ഹയാസിന്റ് ഈസ് കോൾഡ് ടെറർ ഓഫ് ബംഗാൾ. Then next we learned about the another three type of vegetative propagule that is modified from the underground stem. That is stem tuber, example potato, then bulb, example garlic and onion, then another one rhizome, ginger and turmeric. Then after that we learned about the bulbil is another type of വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഓഫ് അഗേവ് പ്ലാന്റ്. ഇതിന്റെയൊക്കെ പിക്ചറുകൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കണം, കാരണം പിക്ചർ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളും വരുന്നതാണ്. അനദർ വൺ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ത്രൂ ലീഫ്, എക്സാമ്പിൾ ബ്രയോഫില്ലം പ്ലാന്റിന്റെ ലീഫ് മാർജ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻസിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഒന്ന്, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്ലാന്റ്സുകളെ ക്രിയേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതൊരു ലെസ് എക്സ്പെൻസീവ് ആൻഡ് ഈസിയർ മെത്തേഡ് കൂടിയാണ്. Now we are discussing about the sexual reproduction. Sexual reproduction എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവോൾവ്മെന്റ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ gamete to produce zygote. The zygote developed to form an organism. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി എല്ലാ ലിവിങ് ഓർഗാനിസവും അതിന്റെ ലൈഫ് സൈക്കിളിൽ പ്രധാനമായും 3 സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. വൺ ഈസ് ജുവനൈൽ ഓർ വെജിറ്റേറ്റീവ് ഫേസ്, അനദർ വൺ റീപ്രൊഡക്റ്റീവ് ഫേസ്, അനദർ വൺ സെനസെന്റ് ഫേസ്. Juvenile or vegetative phase. What is juvenile or vegetative phase? All organisms have to reach a certain stage of growth and maturity in life before they can produce sexually. അതായത് ജനനത്തിനും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഫേസിനും ഇടയിലുള്ള ഒരു കാലഘട്ടം. ഇതിന് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു കാലഘട്ടത്തെ ജുവനൈൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയും. പ്ലാന്റ്സിലെ വെജിറ്റേറ്റീവ് ഫേസ് എന്നും ആനിമൽസിലെ നമ്മൾ ജുവനൈൽ ഫേസ് എന്നും പറയും. അതായത് ബിഫോർ
സെക്ഷൽ മെച്യൂരിറ്റി, ആ ഒരു കാലഘട്ടത്തെയാണ് ജുവനൈൽ ഓർ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ആ സമയത്തും ഗ്രോത്തും മെറ്റബോളിസം ഒക്കെ നമ്മുടെ ബോഡിയിൽ നടക്കും, പ്ലാന്റ്സിന്റെയിലും നടക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ റീപ്രൊഡക്റ്റീവ് ഫേസ്. റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡ് ഓഫ് ജുവനൈൽ ഫേസ്. ജുവനൈൽ ഫേസ് അവസാനിക്കുന്ന നാൾ മുതൽ നമുക്ക് എന്ത് പറയാം, റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയാം. റീപ്രൊഡക്റ്റീവ് ഫേസിലെ പ്രധാനമായിട്ടും ആ ഫേസിലായിരിക്കും ഓർഗാനിസം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദേ ആർ ക്യാപ്പബിൾ ഫോർ റീപ്രൊഡക്ഷൻ. സെക്ഷലി അത് മെച്ചുവേർഡ് ആവുകയും അത് റീപ്രൊഡ്യൂഷന് ഏബിൾ ആവുകയും ചെയ്യുന്നു. ഈ റീപ്രൊഡക്റ്റീവ് ഫേസ് നമുക്ക് പ്ലാന്റ്സുകളിൽ നല്ല വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. പ്ലാന്റ്സുകൾ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ കാലഘട്ടം, ദാറ്റ് ഈസ് ദ റീപ്രൊഡക്റ്റീവ് ഫേസ് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ദ നെക്സ്റ്റ് വൺ സെനസെന്റ് ഫേസ്. സെനസെന്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി മുതൽ ഡെത്ത് വരെയുള്ള കാലഘട്ടം. അതായത് ബിറ്റ്വീൻ ദ എൻഡ് ഓഫ് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി ആൻഡ് ഡെത്ത്. ആ ടൈം പീരീഡിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സെനസെൻസ് അല്ലെങ്കിൽ സെനസെന്റ് ഫേസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഓർഗാനിസത്തിന്റെ ഓർഗൻസ് ഒക്കെ നോൺ ഫങ്ഷണൽ ആയിട്ട് മാറുകയും ഓർഗാനിസം ഡെത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് റീപ്രൊഡക്റ്റീവ് ഫേസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. റീപ്രൊഡക്റ്റീവ് ഫേസ് ഇൻ പ്ലാന്റ്സ്. ആദ്യം നമ്മളതിലെ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. There are two type of flowering plants. One is monocarpic plants and another one is polycarpic plants. Monocarpic plants എന്ന് പറഞ്ഞാൽ plants which flower only once in their lifetime. Plants which flowers only once in their lifetime. അതിന്റെ ജീവിത ചക്രത്തിൽ ഒറ്റത്തവണ മാത്രമേ അതെന്ത് ചെയ്യത്തുള്ളൂ, ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അത്തരം ഫ്ലവറിംഗ് പ്ലാന്റ്സുകളെ വിളിക്കുന്ന പേരാണ് മോണോകാർപ്പിക് ഫ്ലവർ. എക്സാമ്പിൾ റൈസ്, വീറ്റ്, എക്സെട്ര. റൈസ്, വീറ്റ്, എക്സെട്ര. അതുപോലെ തന്നെ ഒരു ചില ഫ്ലവറിംഗ് പ്ലാന്റ്സുകൾ അൺയൂഷ്വൽ ആയിട്ടുള്ള ഫ്ലവറിംഗ് പാറ്റേണുകൾ കാണിക്കും. സർട്ടൻ പ്ലാന്റ്സ് എക്സിബിറ്റ് അൺയൂഷ്വൽ ഫ്ലവറിംഗ് ഫിനോമിന. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ബാംബൂ സ്പീഷീസ്. ബാംബൂ സ്പീഷീസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലവർ ഓൺലി വൺസ് ഇൻ ദെയർ ലൈഫ് ടൈം. അതിന്റെ ലൈഫ് ടൈമിൽ ഒറ്റത്തവണയെ അത് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത ജനറലി ആഫ്റ്റർ 50 to 100 ഇയേഴ്സ്, 50 അല്ലെങ്കിൽ 100 വർഷത്തിന് ഇത് കണക്കനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ 50 കൊല്ലം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 100 കൊല്ലം, 50-100 കൊല്ലത്തിന് ഇടയിലൊക്കെ ആയിട്ടായിരിക്കും എന്ത് ബാംബൂ പ്ലാന്റ്സ് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അതിന്റെ ലൈഫ് ടൈമിൽ ഒറ്റത്തവണ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യും, ഫ്രൂട്ട് ഉണ്ടാകും, അതിനുശേഷം അത് ഡെഡായി പോവുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് some unusual flowering pattern showed by monocarpic plants. Example bamboo plants. മോണോകാർപ്പിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ലൈഫ് ടൈമിൽ ഒറ്റത്തവണ മാത്രമേ അതെന്ത് ചെയ്യുന്നുള്ളൂ, ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. Then another one of the example Strobilanthus kundiana. Strobilanthus kundiana, that is നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന പൂവിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. 12 കൊല്ലത്തിലൊരിക്കലാണ് ആ ഒരു പ്ലാന്റ് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ ലൈഫ് ടൈമിൽ 12 കൊല്ലത്തിലൊരിക്കലായിരിക്കും ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? മോണോകാർപ്പിക് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ വരുന്നതാണ്. അനദർ വൺ പോളികാർപ്പിക് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. പോളികാർപ്പിക് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് വിച്ച് ഫ്ലവർ എവറി ഇയർ ഓർ സീസൺ ആഫ്റ്റർ അറ്റൈനിങ് സർട്ടൻ മെച്യൂരിറ്റി. Once they attain the maturity, every year സീസൺ അനുസരിച്ചുകൊണ്ട് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സുകളെ എന്ത് വിളിക്കുന്നു? പോളികാർപ്പിക് ഫ്ലവറുകൾ അല്ലെങ്കിൽ പോളികാർപ്പിക് പ്ലാന്റ്സുകൾ എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ മാംഗോ, ജാക്ക് ഫ്രൂട്ട്, ആപ്പിൾ, എക്സെട്ര. ഇതാണ് റീപ്രൊഡക്റ്റീവ് ഫേസ് ഇൻ പ്ലാന്റ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട
കൺസെപ്റ്റ് ഏതൊക്കെയാണ്? മോണോകാർപ്പിക് ഫ്ലവറിംഗ് പ്ലാന്റ്സും പോളികാർപ്പിക് ഫ്ലവറിംഗ് പ്ലാന്റ്സും. മോണോകാർപ്പിക് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? That particular plants produce flower only once in their lifetime. എക്സാമ്പിൾ റൈസ് വീറ്റ്. പിന്നെ ചില പ്ലാന്റ്സുകൾ അൺയൂഷ്വൽ ഫ്ലവറിംഗ് പാറ്റേണുകൾ കാണിക്കുന്നുണ്ട് മോണോകാർപ്പിക്കിൽ. ദാറ്റ് ഈസ് കോൾഡ് ബാംബു സ്പീഷീസ്. ബാംബു സ്പീഷീസിന്റെ പ്രത്യേകത അത് ലൈഫ് ടൈമിൽ ഒറ്റ തവണയെ അത് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷേ അത് 50-100 വർഷങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും അത് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് ആ ഫ്ലവർ ഫ്രൂട്ടായി മാറുകയും അത് ഡെത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ സ്ട്രോബിലാന്തസ് കുന്തിയാന, ദാറ്റ് ഈസ് നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി പൂവിന്റെ പ്രത്യേകത 12 വർഷത്തിൽ ഒരിക്കലായിരിക്കും അത് പുഷ്പിക്കുന്നത്. അത് മോണോകാർപ്പിക് ഫ്ലവറിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ പോളികാർപ്പിക്. പോളികാർപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലവർ അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് അതിന്റെ മെച്യൂരിറ്റി എത്തിക്കഴിയുമ്പോഴത്തേക്കും അതിന്റെ സീസൺ അനുസരിച്ചുകൊണ്ട് ഫ്ലവറിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് പോളികാർപ്പിക് ഫ്ലവർ. ലൈഫ് ടൈമിൽ ഒറ്റത്തവണയല്ല, ലൈഫ് ടൈമിൽ തന്നെ 2, 3, 4 തവണയൊക്കെ ആയിട്ട് അത് സീസൺ അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. അത്തരം പ്ലാന്റ്സുകളെയാണ് പോളികാർപ്പിക് പ്ലാന്റ്സുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് റീപ്രൊഡക്റ്റീവ് ഫേസ് ഇൻ ആനിമൽസ്. Reproductive phase in animals. റീപ്രൊഡക്റ്റീവ് ഫേസ് ഇൻ ആനിമൽസ് പറയുമ്പോൾ മാമൽസിലാണ് പ്രധാനമായിട്ടും പറയേണ്ടത്. പ്ലാസെന്റൽ മാമൽസിനെ എടുക്കുമ്പോൾ, മാമൽസ് എന്ന് പറഞ്ഞാൽ പ്ലാസെന്റൽ മാമൽസ് അല്ലെ, മാമൽസിനെ എടുക്കുമ്പോൾ അതിൽ പ്ലാസെന്റൽ മാമൽസ് പ്രധാനമായിട്ടും അതിന്റെ റീപ്രൊഡക്റ്റീവ് ഫേസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാസെന്റൽ മാമൽസ് 2 ടൈപ്പ് ഓഫ് സൈക്ലിക് ചേഞ്ചസുകൾ കാണിക്കുന്നുണ്ട്. One is called estrous cycle. Another one is called a menstrual cycle. Placental mammals. Placental mammals 2 type cyclic changes ആണ് കാണിക്കുന്നത്. One is called estrous cycle, another one is called menstrual cycle. Estrous cycle എന്ന് പറഞ്ഞാൽ the cyclic changes that found only the non-primate mammals. non-primate mammals-കളിൽ അതിന്റെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ കാണുന്ന സൈക്ലിക് ചേഞ്ചസുകളെ വിളിക്കുന്ന പേരാണ് ഈസ്ട്രസ് സൈക്കിൾ. നോൺ പ്രൈമേറ്റ് മാമൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൈസ്, റാറ്റ്, കൗവ്, ഡിയർ, ഇതുപോലുള്ള ഓർഗാനിസം, ഇതൊക്കെ നോൺ പ്രൈമേറ്റ് മാമൽസ് ആണ്. ഈ നോൺ പ്രൈമേറ്റ് മാമൽസിന്റെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ അതിന്റെ ബോഡിയിൽ കാണിക്കുന്ന സൈക്ലിക് ചേഞ്ചസ് ആണ് എന്തെന്ന് പറയുന്നത്, ഓവറിയിൽ കാണുന്ന സൈക്ലിക് ചേഞ്ചസ് ആണ് എന്തെന്ന് പറയുന്നത് ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും നോൺ പ്രൈമേറ്റ് മാമൽസിലാണ് കാണപ്പെടുന്നത്. അടുത്തത് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് cyclic changes occur in primate organism. That is apes, monkey, human beings. Human beings ഒക്കെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഹ്യൂമൻസ് ബീങ് പ്രൈമേറ്റ് ഓർഗാനിസത്തിൽ കാണിക്കുന്ന സൈക്ലിക് ചേഞ്ചസുകളെ വിളിക്കുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിള്. നോൺ പ്രൈമേറ്റ് ഓർഗാനിസത്തിൽ കാണിക്കുന്ന സൈക്ലിക് ചേഞ്ചസിനെ വിളിക്കുന്ന പേരാണ് ഈസ്ട്രസ് സൈക്കിൾ. ഇതാണ് റീപ്രൊഡക്റ്റീവ് ഫേസസ് ഇൻ ആനിമൽസ്. ഇപ്പോൾ 2 ടൈപ്പ് സൈക്ലിക് ചേഞ്ചസ് മാമൽസിൽ, പ്ലാസെന്റൽ മാമൽസ് കാണിക്കുന്നുണ്ട്. വൺ ഈസ് ഈസ്ട്രസ് സൈക്കിൾ, അനദർ വൺ ഈസ് മെൻസ്ട്രൽ സൈക്കിൾ. ഈസ്ട്രസ് സൈക്കിൾ നോൺ പ്രൈമേറ്റ് മാമൽസ് ആണ് അതിന്റെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ കാണിക്കുന്ന സൈക്ലിക് ചേഞ്ചസ് ആണ് ഈസ്ട്രസ് സൈക്കിള്. പ്രൈമേറ്റ് മാമൽസ് അതിന്റെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ കാണിക്കുന്ന സൈക്ലിക് ചേഞ്ചസ് ആണ് മെൻസ്ട്രൽ സൈക്കിള്. നോൺ പ്രൈമേറ്റ് മാമൽസിന് എക്സാമ്പിൾ പറഞ്ഞു, കൗ, റാറ്റ്, ഡിയർ എക്സെട്ര. പ്രൈമേറ്റ് ഓർഗാനിസത്തിന് എക്സാമ്പിൾ apes, monkey, human beings. On the basis of the periodicity of breeding animals, there are 2 type of breeder: seasonal breeders and continuous breeders. Seasonal breeders are the animals which can breed or produce at particular period or season. That is called seasonal breeders. Example: non-primate organisms: cow, deer, rat,
sheep, etc. The next one is continuous breeders. This type of animals can breed throughout their lifespan or throughout their reproductive stage or reproductive phase. That is called a continuous breeders. Example, primate organisms like human being, apes, monkeys, etc. Now we are discussing about the events of sexual reproduction. Events of sexual reproduction. പ്രധാനമായും 3 ഇവന്റ്സുകളാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉള്ളത്. One is called a pre-fertilization event. Pre-fertilization event. The second one is fertilization. And the third one is post-fertilization. Post-fertilization. These are the 3 important events of sexual reproduction. First one is pre-fertilization event, second one is fertilization, third one is post-fertilization. Now we are discussing about the events in sexual reproductions. The events in sexual reproductions are very elaborate and complex. There is a regular sequence in events of sexual reproductions. As you all know that the sexual reproduction is characterized by the fusion of male and female gamete, that is called fertilization, followed by formation of zygote and embryogenesis. The sequential events in sexual reproductions are categorized into 3 stages: pre-fertilization events, fertilization events, and post-fertilization events. The first one is pre-fertilization events. What is pre-fertilization events? It includes all the events of sexual reproductions before the fusion of gametes. All the events of sexual reproduction before the fusion of male and female gamete. That is, before fertilization, whatever process takes place in sexual reproduction. That's all we can call pre-fertilization events. Pre-fertilization events are 2 types or 2 processes are involved in pre-fertilization part. One is gametogenesis followed by gamete transfer. We know that what is gametogenesis. Formation of gamete is called gametogenesis, or the process of formation of gamete from male parent and female parent, that is said to be gametogenesis. So, എന്താണ് gametogenesis? Formation of gametes are called gametogenesis. There are 2 types of gamete: male gamete, that is produced from male sex organ, and female gamete, that is produced from female sex organ, or we can call male sex cell and female sex cell, that is produced from respective parents. That is called gametogenesis. All the gametes are haploid in number. എല്ലാ ഗാമീറ്റ്സുകളും എന്താണ്? Haploid ആണ്. Haploid means which contain half set of chromosome. That is called a haploid. Now these gametes produced are of 2 types. ഈ പറയുന്ന male gamete, female gamete എന്ന് പറയുന്നത് 2 ടൈപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. First one is called homogametes. Homogametes or isogametes. Another one is called heterogametes. Homogametes or isogametes. Another one is called heterogametes. What is homogametes? The 2 gametes are similar in appearance. That is not possible to categorize them into male and female. Homogametes എന്ന് പറഞ്ഞാൽ എന്താണ്? സിമിലർ ഗാമീറ്റ്സ് ആയിരിക്കും, പക്ഷേ നമുക്ക് അതിനെ മെയിൽ ഗാമീറ്റ് എന്നോ ഫീമെയിൽ ഗാമീറ്റ് എന്നോ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത്തരം ഗാമീറ്റ്സുകളെ ഹോമോഗാമീറ്റ്സ് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് പറയാം വേറൊരു ഡെഫിനിഷൻ, ഹോമോഗാമീറ്റ്സ് എന്ന് പറഞ്ഞാൽ സിമിലർ ഗാമീറ്റ്സ് ആണ്. മോർഫോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി സിമിലർ ഗാമീറ്റ്സുകളെ വിളിക്കുന്ന പേരാണെന്ത്? ഹോമോഗാമീറ്റ്സ് അല്ലെങ്കിൽ ഐസോഗാമീറ്റ്സ്. ഈ ഹോമോഗാമീറ്റ്സുകൾ അല്ലെങ്കിൽ ഐസോഗാമീറ്റ്സുകളുടെ ഒരു പ്രത്യേകത, അത് സിമിലർ ഇൻ സൈസ് ആയിരിക്കും.
അത് രണ്ടും നമ്മൾ പറഞ്ഞല്ലോ, മെയിൽ ഗ്യാമീറ്റ് എടുത്താലും ഫീമെയിൽ ഗ്യാമീറ്റ് എടുത്താലും അങ്ങനെ മെയിൽ എന്നോ ഫീമെയിൽ എന്നോ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റാത്ത സിമിലർ ഗ്യാമീറ്റ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോമോ ഗ്യാമീറ്റ്സുകൾ എന്ന് വിളിക്കുന്നത്. ഈ ഹോമോ ഗ്യാമീറ്റ്സുകൾ എടുക്കുമ്പോൾ ആ ഹോമോ ഗ്യാമീറ്റ്സുകളുടെ സൈസുകൾ എന്തായിരിക്കും? സിമിലർ ഇൻ സൈസ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഗ്യാമീറ്റ്സുകള് മോട്ടൈലുമായിരിക്കും. മോട്ടൈൽ എന്ന് പറഞ്ഞാൽ രണ്ടും മൂവബിൾ ആയിട്ടുള്ള, മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഗ്യാമീറ്റ്സുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹോമോ ഗ്യാമീറ്റ്സുകൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ഐസോഗ്യാമീറ്റ്സ് അല്ലെങ്കിൽ ഹോമോ ഗ്യാമീറ്റ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ക്ലാഡോഫോറ. വൺ ഓഫ് ദ ആൽഗയാണ് ക്ലാഡോഫോറ. ക്ലാഡോഫോറ എന്ന് പറയുന്ന ആൽഗകളുടെ ഗ്യാമീറ്റ്സുകൾ എങ്ങനത്തെ ഗ്യാമീറ്റ്സുകളാണ്? ഹോമോ ഗ്യാമീറ്റ്സുകളാണ്. സിമിലർ ഇൻ സൈസ്, മോർഫോളജിക്കലിയും ഫിസിയോളജിക്കലിയും ഒക്കെ സിമിലർ ആയിരിക്കും. ഒപ്പം അതിന്റെ സൈസും എങ്ങനെയായിരിക്കും? സിമിലർ ആയിരിക്കും. ഈ പറയുന്ന ഹോമോ ഗ്യാമീറ്റ്സുകളിൽ നമുക്ക് ഒരിക്കലും മെയിൽ ഗ്യാമീറ്റ്സ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് എന്ന് കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആകുന്നതല്ല. ഇത്തരത്തിലുള്ള ഗ്യാമീറ്റ്സുകളെ വിളിക്കുന്ന പേരാണ് ഹോമോ ഗ്യാമീറ്റ്സുകൾ. അടുത്തതാണ് ഹെറ്ററോ ഗ്യാമീറ്റ്സ്. അപ്പൊ ഹോമോ ഗ്യാമീറ്റ്സുകൾ മോട്ടൈലായിരിക്കും, രണ്ടും മോട്ടൈലായിരിക്കും. നെക്സ്റ്റ് വൺ ഹെറ്ററോ ഗ്യാമീറ്റ്സ്. വാട്ട് ഡു യു മീൻ ബൈ ഹെറ്ററോ ഗ്യാമീറ്റ്സ്? മോർഫോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി ഡിസിമിലർ ഗ്യാമീറ്റ്സ്. മോർഫോളജിക്കലിയും ഫിസിയോളജിക്കലിയും ഡിസിമിലർ ആയിട്ടുള്ളത്, ഒരേപോലെ അല്ലാത്ത ഗ്യാമീറ്റ്സുകളെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോ ഗ്യാമീറ്റ്സുകൾ എന്ന് വിളിക്കും. ഹെറ്ററോ ഗ്യാമീറ്റ്സുകളിൽ ഒരു ഗ്യാമീറ്റ്സ് മെയിൽ ഗ്യാമീറ്റും ഒരു ഗ്യാമീറ്റ്സ് ഫീമെയിൽ ഗ്യാമീറ്റുമായിരിക്കും. അത് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ തന്നെ മെയിൽ ഗ്യാമീറ്റ്സുകൾ എപ്പോഴും മോട്ടൈൽ ആയിരിക്കും, ഫീമെയിൽ ഗ്യാമീറ്റ്സുകൾ എപ്പോഴും നോൺ മോട്ടൈൽ ആയിരിക്കും. മെയിൽ ഗ്യാമീറ്റ്സിന്റെ ഒരു പ്രത്യേകത, മെയിൽ ഗ്യാമീറ്റ്സുകൾ സ്മോൾ ആയിരിക്കും, ഫീമെയിൽ ഗ്യാമീറ്റ്സുകൾ ലാർജുമായിരിക്കും. എക്സാമ്പിൾ സ്പേം ആൻഡ് എഗ്. സ്പേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽ സെക്സൽ ഓർ മെയിൽ ഗ്യാമീറ്റ്സ് ആണ്. ആ മെയിൽ ഗ്യാമീറ്റ് സ്മോളർ ഇൻ സൈസ് ആണ്. അതോടൊപ്പം തന്നെ അത് മൂവബിൾ ആണ്, മോട്ടൈൽ ആണ്. എന്നാൽ ഫീമെയിൽ ഗ്യാമീറ്റ് ആയ എഗ് ഓർ ഓവം ലാർജർ ഇൻ സൈസ് ആണ്, എന്നാൽ അത് നോൺ മോട്ടൈൽ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്താൽ അതിനെ ഹെറ്ററോ ഗ്യാമീറ്റ്സ്. ദാറ്റ് ഹെറ്ററോ ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്തുണ്ടായാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കും. ഇനി ഈ പറഞ്ഞ സിമിലർ ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്തിട്ടുണ്ടായാലും അതിനെയും എന്താ വിളിക്കുന്നത്? ഫെർട്ടിലൈസേഷൻ പ്രോസസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഗ്യാമീറ്റോജെനസിസ്? ഫോർമേഷൻ ഓഫ് ടു ടൈപ്പ് ഓഫ് ഗ്യാമീറ്റ്സ്, male gamete and female gamete. The gametes produced are of two types, homogametes or isogametes, then heterogamete. Homogametes എന്ന് പറഞ്ഞാൽ similar gametes are called homogamete, but that gametes we cannot categorize into male and female. The next one is heterogametes. Heterogametes എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ these are the dissimilar gametes. There one of the gamete is male gamete, another one is the female gamete. Male gametes contain smaller in size and motile. Female gametes എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ larger in size and non-motile. Example ഏതൊക്കെയാണ്? മെയിൽ സെക്സ് സെൽ, ഫീമെയിൽ സെക്സ് സെൽ വരുന്ന ഹ്യൂമൻ ബീയിങ്സിന്റെ മെയിൽ സെക്സ് സെല്ലായ സ്പേമും ഫീമെയിൽ സെക്സ് സെല്ലായ എഗ്ഗും. അതുപോലെ പ്ലാന്റ്സ് എടുക്കുമ്പോഴത്തേക്കും പോളനും അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറയുന്ന എഗ്ഗും. ഇതൊക്കെ ഹെറ്ററോഗ്യാമീറ്റ്സുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ?